കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ കൃപ ചെയ്ത കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയദാസൻ പാസ്റ്റർ രാജിക്ക ജോർജിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ സിറ്റിയുടെ സഭകളുടെ ശുശ്രൂഷ സഭകളുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി.ടി. തോമസിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന ഇതിൻ്റെ ഭാരവാഹികളോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ വളരെ ശക്തമായ ദൈവവചനം ദൈവം നമുക്ക് തന്നു. അതിനുവേണ്ടി ദൈവം തന്റെ ദാസനെ ഉപയോഗിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. തുടർന്നുള്ളതായിരിക്കുന്ന സമയം ദൈവവചനത്തിൽ നിന്ന് വീണ്ടും കേൾക്കുവാൻ നാം ദൈവസന്നിധിയിലിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കുമെങ്കിൽ ദൈവത്തിന് ഇന്ന് രാത്രി നമുക്ക് സംസാരിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ജനം എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ വന്ന് അവരെ സഹായിക്കുവാനും അനുഗ്രഹിക്കുവാനും അവരോട് അരുളി ചെയ്യുവാനും കഴിയുന്ന കർത്താവിനെയാണ് ഇന്ന് രാത്രി നാം സേവിക്കുന്നതും ആരാധിക്കുന്നതും. നമ്മുടെ ദൈവം തന്റെ ജനത്തിന്റെ മധ്യത്തിൽ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇന്ന് രാത്രിയിൽ അങ്ങനെയെങ്കിൽ നമ്മുടെ മധ്യത്തിൽ ആഗതനായിരിക്കുന്ന ദൈവപുത്രനെ ആരാധിക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മുഖവരിയായി ഒത്തിരി കാര്യങ്ങൾ പറയുവാൻ ഞാൻ തയ്യാറാകാതെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുപോകാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, ദി ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിൽ ആരെങ്കിലും ഒരാളെ വായിച്ച് സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അല്പം ദീർഘമായ ഒരു വേദഭാഗമാണെങ്കിലും ദൈവവചനത്തിന്റെ വായന അനുഗ്രഹമാകയാൽ ഇന്ന് രാത്രി ആ വചനം മുഴുവനും വായിക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ഒരാളിനോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. 10 ദിവസത്തിൽ ഞാൻ ആത്മവീശനായി. നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, തുർന്ന, പെർഗമോസ്, തുയത്തര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്നീ 7 സഭകൾക്ക് അയക്ക എന്നിങ്ങനെ കാലത്തിനൊത്ത ഒരു മഹാനാഥം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മയും കണ്ണത്തിജാലയ്ക്കൊത്തവണ്ണും കാൽ ഇലയും ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശവും. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കൈ 7 നക്ഷത്രം ഉണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായി തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മം 7 നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ഈ വായിച്ച ദൈവവചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവവചനം വായിച്ച് കേൾക്കുന്നത് അനുഗ്രഹമാണ്. ദൈവവചനം വായിക്കുന്നതും ദൈവവചനം അനുസരിക്കുന്നതും ദൈവമക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് എന്ന് നമുക്കറിയാം. ഇന്ന് രാത്രിയിൽ പരിമിതമായ ഈ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ആത്മീയതയെ കുറിച്ച് നിങ്ങളോട് അല്പസമയം പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു.
ക്രിസ്തു കേന്ദ്രീകൃതമായ ആത്മീയത. ആത്മീയത എന്നതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പല നിലയിലുള്ളതായിരിക്കുന്ന വിശദീകരണങ്ങൾ നൽകപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ അനുസരിച്ചും ഓരോരുത്തരുടെയും അറിവിനനുസരിച്ചും ഓരോരുത്തരുടെയും ചുറ്റുപാടുകളുടെ സ്വാധീന മുഖാന്തരവും ആത്മീയതയെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിശേഷാൽ വേദശാസ്ത്രികളുടെ ഇടയിലും ഇന്ന് ആത്മീയതയെ കുറിച്ചുള്ള വിലയിരുത്തലുകളുടെ കാലമാണ്. ഓരോ നൂറ്റാണ്ടുകൾ കഴിയും തോറും ആത്മീയത, സ്പിരിച്വാലിറ്റി എന്നത് വ്യത്യസ്ത നിലപാടിൽ, വ്യത്യസ്ത കാഴ്ചപ്പാടിൽ കാണുകയും ഇന്ന് ഒരു വല്ലാത്ത നിലയിലേക്ക് അത് വന്നെത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നാം വായിച്ചതായിരിക്കുന്ന വേദഭാഗത്ത് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തപ്പെട്ടവനായി കഴിയുന്ന സമയത്ത് അവൻ പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായി ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയപ്പോൾ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് അവനുണ്ടായി എന്നാണ് നാം വായിച്ചത്. ഏതാണ്ട് 50 മൈൽ അകലെയായി, കരയിൽ നിന്ന് 50 മൈൽ അകലെയായി ഈജിയൻ കടലിന്റെ നടുവിലുള്ളതായിരിക്കുന്ന ഒരു ചെറിയ ദ്വീപാണ് ഈ പത്മോസ് എന്ന് പറയുന്നത്. ആ കാലത്ത് റോമൻ ഗവൺമെന്റ് കുറ്റവാളികളെ നാട് കടത്തുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ ദ്വീപാണ് ഈ ദ്വീപ്. ഇതിനു മുമ്പും ഇതിനു ശേഷവും അനേകരെ ഈ സ്ഥലത്തേക്ക് നാട് കടത്തിയിട്ടുണ്ട്. എന്നാൽ അവിടേക്ക്, ഈ ദ്വീപിലേക്ക് ഒരു പകൽക്കാലം എത്തപ്പെട്ട യോഹന്നാൻ ഉണ്ടായതുപോലെ അനുഭവം മറ്റാർക്കും ഉണ്ടായിട്ടില്ല എന്ന് വേണം നാം കരുതാൻ. ദൈവത്തിന് സ്തോത്രം. ഇതിനു മുമ്പും ഇതിനു ശേഷവും അനേകരെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും സ്തോത്രം, ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ആരാധിക്കുവാൻ തയ്യാറായ ദൈവമൈതലിന് വേണ്ടി ആ ദ്വീപിന്റെ മുകൾ വശത്തുള്ള സ്വർഗം തുറന്നു, ദൈവപുത്രൻ ഇറങ്ങുവാനിടയായി തീർന്നു. The exalted Christ, ഉയർത്തപ്പെട്ട ഉന്നതനായ ദൈവപുത്രന്റെ വെളിപ്പാട് പ്രാർത്ഥിക്കുന്നവന് ലഭിച്ചു എന്നാണ് നാം കാണുന്നത്. Praise the Lord. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. യോഹന്നാൻ ഇപ്പോൾ തന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ച് വിശദമായിരിക്കുന്ന ഒരു പഠനം വേദപുസ്തകത്തിൽ തന്നിട്ടില്ല. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ്. താൻ ഒറ്റയ്ക്ക്, ശാരീരികമായും വളരെ ബലഹീനനാണ്. പ്രായാധിക്യത്തിൻ്റെതായ ബലഹീനത തന്നെ അലട്ടുന്നുണ്ട്. മറ്റാരും തന്നെ സഹായിക്കാൻ അവിടെ ഇപ്പോൾ ഇല്ല. ഈ കഴിഞ്ഞ ദിവസം വരെയും, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് വരെയും തന്നോടുകൂടെ പാടാനും പ്രാർത്ഥിക്കാനും കൂട്ടായ്മയ്ക്കും അതെ സഹായിക്കാനും ഒക്കെ അനേക ദൈവമക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പകൽക്കാലം ആരുമില്ലാത്ത ഒറ്റപ്പെട്ട ജീവിത സാഹചര്യത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും ആരാധനാ ദിവസം മറന്നുപോകുവാൻ തനിക്കിടയായി തീർന്നില്ല. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ആരാധനയ്ക്ക് പോകുക എന്നത്. എല്ലാം കഴിഞ്ഞിട്ട് സാവകാശം ഉണ്ടെങ്കിൽ യോഗത്തിന് പോയേക്കാം എന്ന ഒരു അവസ്ഥയിൽ ഇന്ന് ദൈവമക്കൾ പോലും എത്തിപ്പെട്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ ധാരാളം ന്യായീകരണങ്ങളും നമുക്കൊക്കെ പറയാനുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ജോലിയിലെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ന്യായീകരണങ്ങൾ നടത്തി പലപ്പോഴും ആത്മീയമായ വിഷയത്തിൽ നിന്ന്
ഞാൻ ആ ഭാഗം വിടുകയാണ്. നമ്മൾ പലപ്പോഴും ആരാധന ഏറ്റവും അവസാനമായി, കൂട്ടായ്മ ഏറ്റവും അവസാനമായി കാണുന്ന ഒരു കാര്യം. എന്നാൽ ദൈവ പൈതൽ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് എനിക്ക് എപ്പോൾ ദൈവസ്ഥലം ചെല്ലുവാൻ ഇടയാകും എന്നുള്ളതായിരിക്കട്ടെ. കോരൽപുത്രന്മാരോട് ചോദിച്ചാൽ അവർക്ക് ഒത്തിരി ജീവിതാനുഭവങ്ങൾ പറയാനുണ്ട്. എന്നാൽ അവർക്ക് പറയാനുള്ളത് ഞാൻ എപ്പോൾ ദൈവസ്ഥലം ചെല്ലുവാൻ ഇടയാകും എന്നോർത്ത് ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ദൈവ സാന്നിധ്യത്തിന്റെ മനോഹരത്വവും ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വവും മനസ്സിലാക്കിയ ഞങ്ങൾക്ക് ദൈവാലയത്തിൽ ദൈവസ്ഥലിൽ പോകാതിരിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോൾ ദൈവസ്ഥലിൽ ചെല്ലുവാൻ എനിക്കിടയാകുമെന്ന ആഗ്രഹത്തിൽ അവൻ കാത്തിരിക്കുകയാണ്. ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും ഇങ്ങനെ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം പാർക്കേണ്ടതിനും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എന്റെ ആഗ്രഹം എന്താണ്? ഇന്ന് രാത്രി നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഇന്ന് രാത്രി നമ്മുടെ ആഗ്രഹം എന്താണ്? സ്തോത്രം. നമ്മുടെ ആഗ്രഹം എന്തോ അതറിഞ്ഞു മാത്രമേ ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ. ആഗ്രഹമില്ലാത്തവരെ സഹായിക്കാൻ ദൈവത്തിന് പോലും കഴിയത്തില്ല. സ്തോത്രം. എനിക്കൊരു ആഗ്രഹമില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എന്നെ എങ്ങനെ സഹായിക്കാൻ കഴിയും? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് നൽകും. ഇന്ന് രാത്രി ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചു കഴിയുമ്പോൾ സ്തോത്രം, അതിനുമേൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന കർത്താവ് ഇന്ന് രാത്രിയുടെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആഗ്രഹിച്ചു വരണം ജീവിതത്തിൽ. സ്തോത്രം. പ്രതീക്ഷയോടെ ആഗ്രഹിച്ചു കൊള്ളുക. ദൈവസന്നിധിയിൽ കാര്യങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹങ്ങൾ തക്ക സമയത്ത് അവൻ നിവർത്തിച്ചു തരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ആസാമിനോട് ചോദിക്കാം, ആസാമേ, നിന്റെ ആഗ്രഹം എന്താണ്? ആസാം വീട്ടിൽ ഇരുന്ന് ദുഷ്ടന്മാർക്ക് വരുന്ന നന്മകളെ കുറിച്ചും ദുഷ്ടന്മാരുടെ ജീവിതത്തെ കുറിച്ചും ഒക്കെ നന്നായിട്ടൊന്ന് വിലയിരുത്തി. നമുക്കറിയാം, ആസാമ് വീട്ടിൽ ഇരുന്ന് ഈ വിലയിരുത്തലെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ആകപ്പാടെ വല്ലാത്ത പ്രയാസവും ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. അവരുടെ നന്മ കണ്ടപ്പോൾ, അവരുടെ ശരീരത്തിന്റെ തുടുപ്പും വലിപ്പവും അതേ കഴിവും ആരോഗ്യവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് തന്നെ വിളിക്കാൻ പ്രയാസം തോന്നി, തന്നോട് തന്നെ പ്രയാസം തോന്നി. എന്നിട്ട് ആസാ പറയുന്നത്, എന്റെ കൈകളെ ഞാൻ കുറ്റമില്ലായ്മ കഴിയുന്നത് വ്യർത്ഥം. ഞാനിങ്ങനെ ദൈവത്തെ സേവിക്കാൻ ഇങ്ങനെ നടന്നുകൊണ്ട് എനിക്ക് എന്നാ ഒരു ഗുണം? എന്റെ വീട്ടിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ വല്ലാതെ അവതാളത്തിലാകുന്നു. എന്റെ പിള്ളേരാരും നന്നായി നേരെ പോകുന്നില്ല. അവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ മാർക്കും ഗ്രേഡും ഒന്നും കിട്ടുന്നില്ല. പലപ്പോഴും ഒരു തോറ്റുപോകുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളാണ്. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ച ജീവിതാനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. പക്ഷേ ആസാം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞ് പതുക്കെ ദൈവാലയത്തിലേക്ക് പോയി. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ കൊടുത്തു കാണും, നീ ദൈവാലയത്തിലേക്ക് പോകൂ. അവൻ ദൈവാലയത്തിൽ ചെന്നു. ദൈവസ്തുതി ചോദിച്ചു, ഇവരുടെ അന്തം എന്താകും ദൈവമേ? ഒരുവന്റെ ആരംഭമല്ല പ്രധാനം, ഒരുവന്റെ അന്തമാണ് പ്രധാനം. ആരംഭം എങ്ങനെയാകാം, എന്നാൽ അവസാനം എങ്ങനെ ഇരിക്കുന്നു, അതാണ് പ്രസക്തമായിരിക്കുന്ന കാര്യം. സ്തോത്രം. ദൈവം ആസാമിനോട് പറഞ്ഞു, ആസാമേ, നിന്റെ കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. നിന്റെ കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നാൽ നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി അവിടെ ഉണ്ട്. ആസാം ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്നത് അത് ചിന്തിച്ചുകൊണ്ടിരുന്ന മുകളിൽ നിന്ന് താഴോട്ടാണ്. മുറ്റന്റെ മുകളിൽ ഉച്ച താഴോട്ട് നോക്കി, പക്ഷെ കാണേണ്ടത് കണ്ടില്ല. എന്നാൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ആസാമേ, നീ ഒരു കാര്യം ചെയ്യേ, ദുഷ്ടന്റെ പാപം ഇരിക്കുന്ന ഇടം നോക്കിയാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. സ്തോത്രം. എത്ര വലിയവനായിരുന്നാലും എത്ര ഉന്നതനായിരുന്നാലും നീ ഒരു കാര്യം ഓർക്കണം, അവന്റെ പാപം ഇരിക്കുന്ന ഇടം ശരിയല്ലെങ്കിൽ അവൻ
വഴിവഴിപ്പിൽ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ കൺക്ലൂഷൻ എങ്ങനെയാണ്? അങ്ങനെയെങ്കിൽ നിന്നോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. നിന്നോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടന്മാരുടെ നന്മ കണ്ടിട്ട് അഹങ്കാരികളുടെ അസൂയ തോന്നിയ ആസാവിന്റെ ജീവിതത്തിന്റെ കൺക്ലൂഷൻ ഇങ്ങനെയായിരുന്നു: ജീവിതത്തിൽ എനിക്ക് ഒന്നുമില്ലെങ്കിലും, എല്ലാം പ്രതികൂലമായി തീർന്നാലും, എല്ലാം ഭാരത്തിലൂടെ പോയിരുന്നാലും, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും, കാര്യങ്ങളൊക്കെ നെഗറ്റീവായി തീർന്നാലും, രോഗമായി തീർന്നാലും, എനിക്കൊരു കാര്യം അറിയാം: നിന്നോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. പ്രതീക്ഷിച്ച പോലല്ല കാര്യങ്ങൾ നടന്നത്. ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷേ ഇന്ന് രാത്രിയിലും നമുക്കൊരു ഉറപ്പുണ്ട്: എന്റെ ദൈവത്തോടുകൂടെ ഇരിക്കുന്നത്, എന്റെ ദൈവത്തോടുകൂടി അടുത്തിരിക്കുന്നത്, എന്റെ ദൈവത്തോടുകൂടി ആയിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതിന്റെ അവസാനത്തിൽ പറയുന്നത്: എന്നെ നിത്യതയിൽ നീ എന്നെ കൈക്കൊള്ളും. സ്തോത്രം. നിത്യത എന്നെ കൈക്കൊള്ളും. ദുഷ്ടന്റെ പാദങ്ങളിൽ ഇടറി അവൻ താറുമാറായി വീണു പോകുമ്പോൾ ഒരു ദൈവം എന്നിട്ട് പറയാനുള്ളത്: എനിക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയുണ്ട്. ആ നിത്യതയാണ് എനിക്ക് വലുതായിരിക്കുന്നത്. ഇന്ന് രാത്രി നിത്യത സുരക്ഷിതമാണ്. ഉറപ്പുള്ള ദൈവമക്കൾ ദൈവം സ്തോത്രം. ഇന്ന് രാത്രി നിത്യത സുരക്ഷിതമാണ്. ലോകത്തിൽ എനിക്ക് എന്തെല്ലാം ഇല്ലെന്ന് പറഞ്ഞാലും, ലോകത്തിലെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോയാലും എനിക്കൊരു ഉറപ്പുണ്ട്: എനിക്കൊരു നിത്യത ഒരുക്കപ്പെട്ടിരിക്കുന്നു. അവിടേക്ക് ഞാൻ പോകുന്നവനാണ്. ആ ഉറപ്പ് നാം ജീവിതത്തിൽ എല്ലായ്പ്പോഴും പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കി അവൻ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെ നാം വായിക്കുന്നത്: I was in the spirit on the Lord's day. ഞാൻ കർത്താവിന്റെ ദിവസത്തിൽ, കർത്തൃ ദിവസത്തിൽ ആത്മവിമർശനായി. ഈ ആത്മവിമർശനയും ആത്മാവിലാകുക എന്നതും ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുന്നതൊക്കെ ഈ വന്ന കാലമായപ്പോൾ ഒരു ഫാഷനായി തീർന്നിരിക്കുകയാണ്. അതിനൊന്നും വലിയ പ്രസക്തി ഇല്ലാത്ത ഒരു കാലത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പലതിനും സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് ആത്മാവിന്റെ അഗ്നിയിൽ ആരാധിച്ചിരുന്ന ദൈവത്തിന്റെ ജനം, ആത്മശക്തിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന ജനം, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ജനം, കൃപാവരങ്ങളിൽ ജ്വലിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ അതേ ദൈവസഭകൾ. എന്നാൽ ഇന്നോ സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ് നമുക്കുള്ളത്. സ്തോത്രം. ഞാൻ ഇതിനകത്ത് വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. പെന്തക്കോസ്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ആത്മാവിന്റെ ആരാധനയായിരുന്നു. പെന്തക്കോസ്ത് വളർന്നത് തിയോളജിയുടെ വ്യാഖ്യാനങ്ങളിലായിരുന്നില്ല. പെന്തക്കോസ്ത് വളർന്നത് ഉന്നതന്മാരായ നേതാക്കന്മാരുടെ പാഠവ ശൈലിയുടെ പ്രസംഗമായിരുന്നില്ല. പെന്തക്കോസ്ത് വളർന്നത് മനോഹരമായ മണിമന്ദിരങ്ങളുടെ മഹത്വം കാട്ടിയല്ലായിരുന്നു. പെന്തക്കോസ്ത് വളർന്നത് ഭൂസ്വത്തുകളുടെ വലിപ്പത്തിലായിരുന്നില്ല. പെന്തക്കോസ്ത് വളർന്നത് ഡിഗ്രിയുള്ള പാസ്റ്റർമാരുടെ മഹത്വത്തിലായിരുന്നില്ല. പിന്നെയോ പെന്തക്കോസ്ത് വളർന്നത് ആത്മാവിന്റെ ആരാധനയിൽപ്പെട്ടതായിരുന്നു. സ്തോത്രം. മാർത്തോമായിൽ നിന്നും യാക്കോബായിൽ നിന്നും കത്തോലിക്കയിൽ നിന്നും ബറബറൻ സമൂഹത്തിൽ നിന്നും നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങി തിരിച്ചപ്പോൾ അവർക്കൊരൊറ്റ കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ: സ്തോത്രം. ഞങ്ങൾക്കൊന്നും പൊക്കി കാണിക്കുവാനില്ല, പിന്നെയോ ഞങ്ങൾക്ക് ഉയർത്തുവാൻ അധികാരമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഹായിക്കാതെ ദൈവത്തെ സ്തുതിക്കുന്നു.
വിവശതനായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ സഭ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായ നമ്മുടെ മുഖം മാറും. സ്തോത്രം. നമ്മുടെ മുഖം പ്രകാശിക്കും. ഇന്ന് ആരാധന കഴിഞ്ഞ് കരുവാളിച്ച മുഖത്തോടെ സഭാഹോള് വിട്ടിറങ്ങി പോകുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആരാധനയ്ക്ക് വന്നാൽ സന്തോഷമില്ല, കൈയടിക്കില്ല, പാട്ട് പാടുകയില്ല. സ്തോത്രം. അത് പ്രാർത്ഥിക്കുന്നതിന് കുറ്റം, പ്രസംഗിക്കുന്നതിന് കുറ്റം, പാസ്റ്റർക്ക് കുറ്റം, മൂപ്പന് കുറ്റം, സ്തോത്ര കാഴ്ച എടുത്തതിൽ കുറ്റം, എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ കരുവാളിച്ച മുഖത്തോടെ ഇറങ്ങി പോവുകയാണ്. എന്നാൽ ഇതൊന്നും കാണാൻ കണ്ണില്ലാത്തവനായി കണ്ണടച്ച് ദൈവത്തെ ആരാധിക്കുവാൻ നീ തയ്യാറായ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ പകർത്തപ്പെട്ടാൽ, നിന്റെ ശരീരത്തിൽ ദൈവത്തിനെ വ്യാപരിച്ചാൽ, നിന്റെ മുഖത്ത് ദൈവത്തിനെ വ്യാപരിച്ചാൽ, നിന്റെ ആത്മാവിൽ ദൈവശക്തി വ്യാപരിച്ചാൽ, നിന്റെ മനസ്സിൽ ദൈവത്തിനെ വ്യാപരിച്ചാൽ, ആ ആഴ്ച മുഴുവൻ നിന്റെ ജീവിതത്തിന് മുഴുവൻ ദിവസങ്ങളായിരിക്കും. ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ സ്വസ്ഥതയില്ല. പിള്ളേർ അനുസരണക്കേട് കാണിക്കും, അവരെ എടുത്തിട്ട് തല്ലും, ജോലി പ്രശ്നം, വണ്ടി കൊണ്ടുപോയി എവിടെയൊക്കെ കൂട്ടിയിടിക്കും. അങ്ങനെ ആർക്കും പരാതിയില്ല. കാരണം ഇതിന്റെ അകത്ത് ദൈവകൃപയുടെ വ്യാപാരം നടന്നില്ല. ഓരോ ആഴ്ചയിലും ആരാധന കഴിഞ്ഞിറങ്ങി പോകുമ്പോൾ, ഓരോ ദിവസവും ആരാധന കഴിഞ്ഞിറങ്ങി പോകുമ്പോൾ, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ഇറങ്ങി പോകുമ്പോൾ നിന്റെ ഹൃദയത്തിൽ റിന്യൂവൽ നടക്കുകയാണ്, ഒരു രൂപാന്തരം നടക്കുകയാണ്, ഒരു വിടുതൽ നടക്കുകയാണ്. ആ വിടുതലോടുകൂടെ കടന്നുപോയാൽ ആ ആഴ്ച ആ ദിവസങ്ങൾ മുഴുവനും ദൈവകൃപയിലായിരിക്കും. അവരുടെ ദൈവത്തിന്റെ വിടുതലും സൗഖ്യവും നിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഇന്ന് രാത്രി. നമ്മളെപ്പോഴും ആത്മാവിലെ ആരാധനയ്ക്ക് പകരം ഇന്ന് 15-20 എനിക്കതിന് പേര് വെച്ചടിച്ച് കീറിയേക്കുക. ഇത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ നിന്ന് പാടുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ സംഗീത ഉപകരണങ്ങളോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വേഷഭൂഷാദികളോ നമ്മുടെ സൂട്ടോ അല്ല ദൈവത്തിന് കാര്യം. ദൈവത്തിന് കാര്യം ഹൃദയം തുറന്ന് അവന് മഹത്വം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ദൈവത്തിന് പ്രസാദമായിരിക്കുന്നത്. സംഗീതോപകരണങ്ങളെ പുറകിൽ നിൽക്കട്ടെ, ആരാധന മുമ്പിൽ വെളിപ്പെടട്ടെ. നമ്മുടെ തലമുറയെ കുറിച്ച് ദിവസങ്ങളിൽ വളരെ ഭാരമുള്ളതായിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഈ മനുഷ്യനെങ്കിലും ഇവിടെ ഒന്ന് പറയുന്നത് ഇങ്ങനൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. 56 വയസ്സ് കഴിഞ്ഞു. കഴിഞ്ഞ 38 വർഷം കൊണ്ട് ഈ സുവിശേഷ കോളത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതും കണ്ടു, ഇതും കണ്ടു. ഇന്ന് രാത്രി വേദനയോടെ തന്നെ കാര്യം നിങ്ങളോട് പറയട്ടെ. നടത്തുന്നത് നല്ലതാണ്, സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. ഇതൊക്കെ നല്ലതാണെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർ വീണ്ടും ജനനം നടത്തേണ്ടിയിരിക്കുന്നു. വീണ്ടും ജനിക്കുവാനുള്ള ദൂത് നമ്മുടെ സഭകളിൽ നൽകേണ്ടിയിരിക്കുന്നു.
മറ്റൊന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. വീണ്ടും ജന്മം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. I was in the spirit on the Lord's day. 7 നിലവിളികൾക്കട നടുവിൽ 7 നക്ഷത്രങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ദൈവപുത്രനായ യേശു അന്ന് പകൽക്കാലം യോഹന്നാന്റെ അടുക്കൽ ഇറങ്ങി വന്നു. സ്തോത്രം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ആരാധനയ്ക്കിരിക്കുമ്പോൾ, ആരാധന ദൈവസന്നിധിയിൽ വെളിപ്പെടുമ്പോൾ യേശുവിനെ കാണാൻ ഇടയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ആരാധന, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു മിനിസ്ട്രി ദൈവസഭയിൽ നടക്കേണ്ടിയിരിക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. യാഗപീഠത്തിന്റെ കൊമ്പും അത് നല്ല തന്നെ. Praise the Lord. സ്തോത്രം. ദാവീദിന്റെ വാളും അത് നല്ല തന്നെ. ദാവീദ് പറക്കിയ കല്ലും കൊള്ളാം. പക്ഷേ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിക്കാതെ ആരാധനയിൽ ഇന്ന് ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ നിന്റെ ആരാധന ശൂന്യമാണ്. സ്തോത്രം. Praise the Lord. ഓരോ ആരാധനയും, ഓരോ കൂട്ടായ്മയും, ഓരോ ഫെലോഷിപ്പും കഴിയുമ്പോൾ യേശുക്രിസ്തുവിനെ ജനം കാണുവാനിടയാകട്ടെ. We beheld his glory, the glory of the Father. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാനാണ് ഇത് പറഞ്ഞത്. ഈ യോഹന്നാൻ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. 30 വയസ്സ് പ്രായമുള്ള ഒരു യഹൂദ ചെറുപ്പക്കാരൻ, 60-65 കിലോ ഭാരമുള്ള തച്ചന്റെ മകനെന്ന് ലോകം ആക്ഷേപിച്ച ഒരു ചെറുപ്പക്കാരൻ സമൂഹമധ്യേ ഇറങ്ങിപ്പോയപ്പോൾ അവരെ കണ്ട് പലരും ആക്ഷേപിച്ചു. ഇവൻ തച്ചന്റെ മകനാണ്, ഇവൻ വേശ്യാപുത്രനാണ്. യേശുവിനെ കുറിച്ച് പരാതികളൊക്കെ ലോകം പറഞ്ഞു. പക്ഷെ യേശുവിനെ അടുത്തറിഞ്ഞവൻ പറയുന്നു, ഞങ്ങൾ അവരെ കണ്ടത് അങ്ങനെയല്ല. ഞങ്ങൾ അവനിലേക്ക് നോക്കിയപ്പോൾ പിതാവിന്റെ തേജസ് അവരിൽ നിന്ന് കാണുകയായിരുന്നു. ആരും എന്തും പറയട്ടെ, ആരും എന്തും പറയട്ടെ, പക്ഷേ ദൈവസന്നിധിയിൽ കടന്നൊരു ദൈവമേ, നീ മടങ്ങി പോകുമ്പോൾ പറയണം, ഞാൻ ദൈവതേജസ് കണ്ടിട്ട് മടങ്ങി വരികയാണ്. യേശുവിനെ കണ്ടു ഞാൻ, യേശുവിനെ കണ്ടു ഞാൻ. Praise the Lord. നമ്മുടെ ഗാനങ്ങളിലൂടെ യേശു ഉയരട്ടെ. Praise the Lord. നമ്മുടെ ഗാനങ്ങളിലൂടെ യേശു ഉയരട്ടെ. പിന്നെ നമുക്ക് സാത്താനെ ചവിട്ടാം. യേശുവില്ലാതെ സാത്താനെ ചവിട്ടിയാൽ പണ്ടൊരുത്തിൽ പറ്റുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നു. സ്തോത്രം. ശത്രുവിന്റെ സകല ബലത്തിന് മേലും അധികാരം ലഭിച്ച ദൈവത്തിന്റെ ജനം അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നവനും അങ്ങനെ പഠിപ്പിക്കുന്നവനും അങ്ങനെ വിശ്വസിക്കുന്നവനുമാണ് ഞാൻ. എന്നാൽ യേശുവിനെ കാണാതെ, യേശുവിനെ ശക്തി പ്രാപിക്കാതെ, യേശുവിന്റെ മഹത്വം ദർശിക്കാതെ സ്തോത്രം ശത്രുവിനെ ശാസിക്കലാരും പുറപ്പെടുക. പൗലോസ് പറഞ്ഞു, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം ചോദിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യവനന്മാർക്ക് ജ്ഞാനം മതി, യഹൂദന്മാർ എപ്പോഴും അടയാളം ചോദിക്കുന്നവരാണ്. സ്തോത്രം. ഇതിൽ രണ്ടും ഞങ്ങളുടെ കയ്യിലില്ല. ഇത് രണ്ടുമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നത്. സകല ജ്ഞാനവും തികഞ്ഞ, സകല അറിവും സമ്പാദിച്ച ദൈവത്തിന്റെ ദാസനായ പൗലോസിന് പറയാനുള്ള സാക്ഷ്യം അതായിരുന്നു. 18 മാസക്കാലം കൊരിന്തെന്ന പട്ടണത്തിൽ സുവിശേഷ ചെയ്തപ്പോൾ, അവിടെ സുവിശേഷം പറയാൻ ചെന്നപ്പോൾ ജ്ഞാനം കൊണ്ട് ആത്മാക്കളെ നേടിയെന്നല്ല, സ്തോത്രം അടയാളം കാണിച്ച് ആത്മാക്കളെ നേടിയെന്നല്ല, പിന്നെയോ തനിക്ക് പറയാൻ ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ എനിക്ക്
എനിക്കുണ്ടായിരുന്നത് എന്താണെന്ന് അറിയാമോ? ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. അതായിരുന്നു എന്റെ ശുശ്രൂഷയുടെ മഹത്വം. ഞാനും മതിയാക്കുന്ന സംതിങ് ന്യൂ. അഥേനക്കാരുടെ സ്വഭാവമാണ്, ഗ്രീക്കന്മാരുടെ സ്വഭാവമാണ്. Is there anything something new? എന്തെങ്കിലും എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ടോ? പള്ളികളിൽ എന്റർടൈൻമെന്റ് സെന്ററുകളായി മാറാതിരിക്കട്ടെ. ഇഷ്ടപ്പെടുന്നത് പോലെ ആരാധന നിയന്ത്രിക്കുകയല്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ആരാധന നിയന്ത്രിക്കുവാൻ ദൈവദാസന്മാരെ തയ്യാറാകാം. സംതിങ് ന്യൂ, എപ്പോഴും പുതിയത് വേണം അവർക്ക്. ബട്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു പഴയ കഥയുണ്ട്. അതാണ് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്നത്. An old story. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയുടെ കൊലക്കളത്തിൽ മനുഷ്യവർഗത്തിന് വേണ്ടി പിടഞ്ഞു മരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് ഇന്ന് രാത്രിയിലും എനിക്ക് പറയാനുള്ള സുവിശേഷം, ദൈവദാസന്മാർക്ക് പറയാനുള്ള സുവിശേഷം. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കഴിയുന്നവർ മാത്രം പുതുതായി എന്തെങ്കിലും ഓരോ ആഴ്ചയിലും ചമച്ചു പടച്ചു കൊടുക്കുന്നതല്ല ദൈവസഭയുടെ ശുശ്രൂഷ. The ministry that we are doing is Christ-centered. യേശുവിനെ ജനത്തിന് കൊടുക്കണം. മിടുക്കനായ ഒരു പാസ്റ്റർ ഒരു സഭ ഒരിക്കൽ ഹയർ ചെയ്തു. വളരെ മിടുക്കനാണ്, PhD ഒക്കെ എടുത്ത ആളാണ്. അദ്ദേഹത്തെ ആ സഭയിലെ കമ്മിറ്റികളെല്ലാം കൂടെ തീരുമാനിച്ച് ഇദ്ദേഹത്തെ നമ്മുടെ പാസ്റ്ററായിട്ട് വേണം. അങ്ങനെ പാസ്റ്റർ ഒന്ന് ഞാനെടുത്തു. തന്റെ ബുദ്ധിയും ജ്ഞാനവും തനിക്ക് ലഭിച്ച കഴിവുകളൊക്കെ ഒന്ന് പ്രദർശിപ്പിക്കാൻ പറ്റിയ അവസരമായതുകൊണ്ട് താൻ 2-3 നല്ല പ്രസംഗങ്ങളൊക്കെ തയ്യാറാക്കി അങ്ങനെ പ്രസംഗിച്ചു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ യോഗമെല്ലാം കഴിഞ്ഞ് ജനമെല്ലാം പോയി. പാസ്റ്റർ വെളിയിൽ ഇറങ്ങി. പ്രധാന ഡോറിന്റെ മുകളിൽ ഡോറിൽ ഒരു പേപ്പർ പതിച്ചിരിക്കുന്നു. താനത് വായിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരുന്നു, സർ വി വാണ്ട് ടു സീ ജീസസ്. സാറേ, പാസ്റ്ററെ, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. പണ്ട് ഒരു കൂട്ടർ യേശുവിന്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്, ഒരു വാക്യത്തിന്റെ ശകലമാണ്. സർ വി വാണ്ട് ടു സീ ജീസസ്. പാസ്റ്റർ ബുദ്ധിമാനായി കാര്യം മനസ്സിലാക്കി. പിറ്റേയാഴ്ച തന്റെ ജ്ഞാനമല്ല മാറ്റിവെച്ച്, തന്റെ ബുദ്ധിയുള്ള പ്രമാണങ്ങളൊക്കെ മാറ്റിവെച്ച് യേശുവിനെ അന്ന് പകൽ ആ ജനത്തിന് വിളമ്പി കൊടുത്തു. യേശുവിനെ പ്രസംഗിച്ചു. പിറ്റേയാഴ്ച പാസ്റ്റർ ആരാധനയ്ക്കായി പള്ളിയിലേക്ക് വരുമ്പോൾ ഡോറിലെ ഒരു പോസ്റ്റ് ഒരു എഴുത്തിങ്ങനെ ഇരുന്നു. They were happy when they saw Jesus. യേശുവിനെ കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു. ഇന്ന് രാത്രിയിലും നമ്മുടെ സന്തോഷം യേശുവിനായിരിക്കട്ടെ. സ്തോത്രം. മറ്റൊരു നാമവുമില്ല എന്ന് ആദ്യ നൂറ്റാണ്ടിൽ പ്രസംഗിച്ചു. മറ്റൊരു നാമവുമില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല എന്ന് ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചെങ്കിൽ ഈ നൂറ്റാണ്ടിൽ അന്ത്യകാലഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് ഒരുമിച്ച് പറയാനുള്ളത് യേശുവല്ലാതെ മറ്റൊരു നാമവുമില്ല ഉയർത്തപ്പെടുവാൻ. നമ്മുടെ സഭകളിൽ യേശു ഉയർത്തപ്പെടട്ടെ. എബ്രഹാം ലിങ്കന്റെ മരണ സമയം, എബ്രഹാം ലിങ്കൻ മരിച്ചു. ഈ വടക്കേ അമേരിക്കയിലെ കറുത്തവർഗക്കാരായ ആളുകളുടെ വിമോചനത്തിന് വേണ്ടി, അടിമത്തത്തിനെതിരായി നിയമം പാസാക്കിയ ഒരു പ്രസിഡന്റ് ആയിരുന്നല്ലോ എബ്രഹാം ലിങ്കൻ. എബ്രഹാം ലിങ്കൻ തന്മൂലം വെടിയേറ്റ് മരിച്ചു എന്നാണ് നാം അറിയുന്നത്. താൻ മരിച്ചു കഴിഞ്ഞ് തന്റെ ഫ്യൂണറൽ പ്രൊസഷൻ നടക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ, വലിയൊരു ജനസമൂഹം റോഡിന്റെ ഇരു സൈഡുകളിലുമായി എബ്രഹാം ലിങ്കനെ ഒന്ന് കാണുവാൻ, ആ ഡെഡ് ബോഡിയെ ഒന്ന് കാണുവാനായിട്ടുള്ള താല്പര്യത്തോടെ അവരിങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അതിന് മധ്യത്തിലായി എബ്രഹാം ലിങ്കന്റെ ശവമഞ്ചം മുന്നോട്ട് പതുക്കെ അവരെ കൊണ്ടുപോകുമ്പോൾ ആ റോഡിന്റെ സൈഡിൽ ഒരു കറുത്തവർഗക്കാരിയായ സ്ത്രീ ഒരു
നിൽക്കുകയായിരുന്നു. ആ കുഞ്ഞു ചോദിച്ചു, മാമി, what is happening? അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, son, see him, son, see him, he died for you. മകനെ, അവനെ ശരിക്കും നോക്ക്, അവൻ നിനക്ക് വേണ്ടി മരിച്ചു. നിനക്ക് സ്വാതന്ത്ര്യം തരുവാൻ, എനിക്ക് സ്വാതന്ത്ര്യം തരുവാൻ. See him well, he died for you. സ്തോത്രം. ഇന്ന് രാത്രി മാതാപിതാക്കളെ, ഓരോ ദിവസവും സന്ധ്യാരാധന നേരത്ത്, പാസ്റ്റർമാരെ ഓരോ ദിവസം ആരാധന സമയത്ത്, നമ്മുടെ കൂട്ടായ്മയുടെ നടുവിൽ നമുക്ക് നമ്മുടെ ജനത്തോട് പറയേണ്ടതാണ്, see him well, he died for you, he died for us. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളെ സംബന്ധിക്കുക. യേശുവിനെ നമുക്ക് ഉയർത്താം, യേശുവിനെ നമുക്ക് ഉയർത്താം. സകല നാമത്തിന് മേലായ നാമം അവന്റെ നാമമാണ്. സ്തോത്രം. അവന്റെ നാമത്തിങ്കിൽ സകല മുഴങ്കാലും അടങ്ങും. സ്തോത്രം. സകല നാവും അവൻ കർത്താവ് ഏറ്റു പറയേണ്ടി വരും. ഇന്ന് രാത്രി നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തെ സ്തോത്രം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി യേശുവിനെ നമുക്ക് കാണാം. അവന്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. കാൽവരിയിലേക്ക് ഇന്ന് രാത്രി ഒന്ന് നോക്കുമോ? കാൽവരിയിലേക്ക് ഇന്ന് രാത്രി ഒന്ന് നോക്കുമോ?